ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വോക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്ന റോയൽ എൻഫീൽഡ് മിറ്റിയോർ 350 ആണ്. ആൻഡ് ഈ വണ്ടി ജർമ്മനിയിൽ അവൈലബിൾ ആണ്. പക്ഷേ ജർമ്മനിയിൽ എനിക്ക് വണ്ടി റിവ്യൂ കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അച്ചാച്ചനെ കൊണ്ട് മേടിപ്പിച്ചിട്ടാണ് ഈ വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്നത്. ഇനി എനിക്കിതുമാതിരി എന്താ പറയുക, 2 അങ്കിൾമാരെ കൂടി ഉണ്ട്. അവരെ കൊണ്ട് ഓരോ വണ്ടി മേടിപ്പിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. ഇതിൻ്റെ അകത്ത് ഇവിടെ DRLൊക്കെ ഉണ്ട്. ആൻഡ് ഇത് പറഞ്ഞ പോലെ ഹാലോജനാണ്. ഇതും ഹാലോജനാണ്. എല്ലാ ഹാലോജൻ ലൈറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക്. വലിയ ടാങ്ക്. ആൻഡ് ഇത് ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഡീക്രോം ചെയ്ത J series എൻജിൻ. ഈ എൻജിന് ഒരു 20.2 bhp 27 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ് അവൈലബിൾ ആണ്. ആൻഡ് ഇതാണ് സ്വിച്ചുകളൊക്കെ മിറ്റിയോറിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്വിച്ചാണ്. ആൻഡ് ഇതാണ് ക്ലസ്റ്റർ, ഡിജിറ്റൽ അനലോഗ് ക്ലസ്റ്ററാണ്. ഇതാണ് സീറ്റ് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇത് ഇവിടെ മിറ്റിയോർ 350 എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് ഉണ്ട്. ആൻഡ് സസ്പെൻഷൻ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിൻ്റെ 2 വീൽസും അലോയ് വീൽസ് ആണ്. ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ഇത് ബാക്കിൽ മറ്റേ ടെയിൽ ലൈറ്റ്, ചെറിയ ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം ഹാലോജനാണ്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് എക്സോസ്റ്റ്, ഫുള്ള് ഡീക്രോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഡ്യുവൽ ചാനൽ ABS വരുന്നതാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. അതാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. ഇനി നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റ് കേൾക്കാം. നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി, കിൽ സ്വിച്ച് ഓണാക്കി സ്റ്റാർട്ടാക്കാൻ പോകണം. അപ്പോൾ അത്രയുള്ള ഗൈസ് ഈ വണ്ടിയുടെ വോക്ക് അറൗണ്ട് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.